Good morning, all. Welcome to the Module 1, Lecture 2. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് ട്രാവേഴ്സിംഗ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാവേഴ്സിങ്ങിനെ കുറിച്ചും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രാവേഴ്സിങ്ങിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഫാസ്റ്റ് നീഡിൽ മെത്തേഡിനെ കുറിച്ചായിരുന്നു അവസാനം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫാസ്റ്റ് നീഡിൽ മെത്തേഡിൽ നമ്മൾ 3 മെത്തേഡ്സ് ഓഫ് ഒബ്സർവിങ് ബിയറിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ എന്തോ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി 2 മെത്തേഡ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡയറക്റ്റ് മെത്തേഡ് വിത്തൗട്ട് ട്രാൻസിറ്റിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ് മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ആ മെത്തേഡിൻ്റെ പ്രൊസീജിയർ പറയുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇന്നലെ കണ്ട ആ ചിത്രം ഒന്ന് ഓർത്ത് വെക്കുക. പി എന്നുള്ള ഒരു ട്രാവേഴ്സ് സ്റ്റേഷൻ ഉണ്ട്, ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ട്രാവേഴ്സ് സ്റ്റേഷൻ ഉണ്ട്, ആർ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ട്രാവേഴ്സ് സ്റ്റേഷൻ. ഈ ഓരോ പോയിന്റിനും പറയുന്ന പേരാണെന്ത്? ട്രാവേഴ്സ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ പി ക്യു ആർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ട്രാവേഴ്സ് വരുന്നത്. ഇനി നമുക്കതിൻ്റെ പ്രൊസീജിയർ ഒന്ന് വായിക്കാം. ഡയറക്റ്റ് മെത്തേഡ് വിത്തൗട്ട് ട്രാൻസിറ്റിംഗ്. ഇത് മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ, തിയോട്ടലൈറ്റിൻ്റെ ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ ഇതിൽ വരുന്നില്ല. ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തിയോട്ടലൈറ്റ് നമ്മൾ വേർട്ടിക്കലായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. പ്രൊസീജിയർ പറയുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. സെറ്റ് ദി ഇൻസ്ട്രുമെൻറ്റ് അറ്റ് പി. പിയിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുക. ആൻഡ് ഓറിയൻറ്റ് ദി ലൈൻ ഓഫ് സൈറ്റ് ഇൻ ദി മാഗ്നറ്റിക് മെറിഡിയൻ. മാഗ്നറ്റിക് മെറിഡിയനിലോട്ട് നമ്മളെ ടെലസ്കോപ്പിനെ ഓറിയൻറ്റ് ചെയ്ത് വെക്കുക. യൂസിങ് അപ്പർ ക്ലാമ്പ് ആൻഡ് ടാൻജൻറ്റ് സ്ക്രൂ ടേക്ക് ഫോർസൈറ്റ് ഓൺ ക്യൂ. എന്നിട്ട് പി ക്യൂവിലോട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പി എന്നുള്ള പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്ത്, പി എന്നുള്ള പോയിന്റിൽ, ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ പി എന്നുള്ള പോയിന്റിൽ നമ്മൾ തിയോട്ടലൈറ്റ് വെച്ചു. തിയോട്ടലൈറ്റ് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ വിത്ത് ബോത്ത് ക്ലാംപ്ഡ് നമ്മൾ ടെലസ്കോപ്പിന് എന്ത് ചെയ്തു? മാഗ്നറ്റിക് മെറിഡിയനിലോട്ട് ഡയറക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പർ ക്ലാമ്പ് ഒന്ന് ലൂസാക്കുക. ദെൻ ഡയറക്റ്റ് ദി ടെലസ്കോപ്പ് ടുവാർഡ്സ് ക്യൂ. അപ്പോൾ പി ക്യൂ എന്നുള്ള ഡയറക്ഷനിലാണ്, ക്ലോക്ക് വൈസ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വെർണിയറിൽ കിട്ടുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫോർ ബിയറിംഗ് ഓഫ് ദി ലൈൻ പി ക്യൂ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. ദ റീഡിംഗ് ഓഫ് വെർണിയർ എ കീവ്സ് ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ദി ലൈൻ പി ക്യൂ. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ നേരത്തെ സെയിം പ്രൊസീജിയർ വിത്ത് ട്രാൻസിറ്റിങ്ങിൽ ചെയ്ത ഫസ്റ്റ് പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ഫസ്റ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, വിത്ത് ബോത്ത് പ്ലേറ്റ്സ് ക്ലാംപ്ഡ് മൂവ് ദി ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് സെറ്റ് ഇറ്റ് അറ്റ് ക്യൂ. രണ്ട് താഴത്തെ പ്ലേറ്റും മുകളിലത്തെ പ്ലേറ്റും ക്ലാമ്പ് ചെയ്തിട്ട് നേരിട്ട് എന്ത് ചെയ്തു? നമ്മൾ ക്യൂവിലോട്ട് വെച്ചു. ബോത്ത് പ്ലേറ്റ് ക്ലാമ്പ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയ റീഡിങ് മാറ്റം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബോത്ത് പ്ലേറ്റ്സ് ക്ലാമ്പ് ചെയ്യുന്നത്. ടേക്ക് എ ബേക്ക് സൈറ്റ് ഓൺ പി. എന്നിട്ട് എന്ത് ചെയ്യുക? ബാക്ക് സൈറ്റ് എടുക്കുക. ലോവർ ക്ലാമ്പ് നമ്മളൊന്ന് ലൂസൻ ചെയ്തിട്ട് ബാക്ക് സൈറ്റ് ഓൺ പി. പിയിലോട്ടൊന്ന് ബാക്ക് സൈറ്റ് ചെയ്യാം. ചെക്ക് ദി റീഡിംഗ് ഓഫ് ദി വെർണിയർ എ ആൻഡ് വിച്ച് ഷുഡ് ബി സെയിം ആസ് ബിഫോർ. അപ്പോൾ നമ്മൾ എൻ്റെ വെർണിയർ റീഡിങ് ശ്രദ്ധിക്കുക. ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി റീഡഡ് ആസ്
ഫോർ ബിയറിംഗ് ഓഫ് ദി ലൈൻ പി ക്യു. പി ക്യു എന്നുള്ള ലൈനിൻ്റെ ഫോർ ബിയറിംഗ് ആണ് അവിടെ അപ്പോൾ കാണിക്കേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ റീഡിംഗ് ആണ് കാണിക്കേണ്ടത്. പക്ഷേ ദ ലൈൻ ഓഫ് സൈറ്റ് ഈസ് ഔട്ട് ഓഫ് ഓറിയൻറ്റേഷൻ ബൈ 180 ഡിഗ്രി. അതിൻ്റെ ലൈൻ ഓഫ് സൈറ്റ് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ടുവാർഡ്സ് പി ക്യു ബട്ട് ഇറ്റ് ഈസ് ടുവാർഡ്സ് ക്യു പി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഓറിയൻറ്റേഷൻ ബൈ 180 ഡിഗ്രി. ഇനി തേർഡ് സ്റ്റെപ്പ് ഇതിൽ ഓർത്ത് വെക്കേണ്ടത് ഇറ്റ് ഈസ് വിതൗട്ട് ട്രാൻസിറ്റിംഗ് ആണ്. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഓറിയൻറ്റേഷന് വേണ്ടി നമ്മൾ വെർട്ടിക്കലായിട്ട് റൊട്ടേറ്റ് ചെയ്യണം, ട്രാൻസിറ്റ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ്, ലൂസൻ ദി അപ്പർ ക്ലാമ്പ് ആൻഡ് റൊട്ടേറ്റ് ദി ഇൻസ്ട്രുമെൻറ്റ് ക്ലോക്ക് വൈസ് ടു ടേക്ക് ഫോർസൈറ്റ് ഓൺ ആർ. എന്നിട്ട് നമ്മൾ അപ്പർ ക്ലാമ്പ് എന്ത് ചെയ്യുക? ലൂസൻ ചെയ്യുക, അതിനെ റൊട്ടേറ്റ് ചെയ്യുക ക്ലോക്ക് വൈസ് ആയിട്ട്. എന്നിട്ട് ആറിലോട്ട് എന്ത് ചെയ്യുക? ഡയറക്റ്റ് ചെയ്യുക, ഫോർസൈറ്റ് എടുക്കുക. റീഡ് ദി വേർണിയർ. സിൻസ് ദി ഓറിയൻറ്റേഷൻ അറ്റ് ക്യൂ ഈസ് 180 ഡിഗ്രി ഔട്ട്, ദ കറക്ഷൻ ഓഫ് 180 ഡിഗ്രി ഈസ് ടു ബി അപ്ലൈഡ്. അപ്പോൾ നമ്മളിവിടെ ട്രാൻസിറ്റിങ് നടത്താത്തത് കൊണ്ട് ദർ ഈസ് എ ഔട്ട് ഓഫ് ഓറിയൻറ്റേഷൻ ഓഫ് 180 ഡിഗ്രി. 180 ഡിഗ്രീൻ്റെ ഒരു ഔട്ട് ഓഫ് ഓറിയൻറ്റേഷൻ വരും നമ്മൾ ക്യു ആറിലോട്ട് ഫോർസൈറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു കറക്ഷൻ അപ്ലൈ ചെയ്യാനുണ്ട്. ആഡ് 180 ഡിഗ്രി ഇഫ് ദ റീഡിംഗ് ഓൺ വേർണിയർ ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി. ലെസ് ദാൻ 180 ഡിഗ്രിയാണ് റീഡിംഗ് വേർണിയറിൽ കാണിക്കുന്നെങ്കിൽ വി ഹാവ് ടു ആഡ് 180 ഡിഗ്രി ആൻഡ് സബ്സ്ട്രാക്ട് 180 ഡിഗ്രി ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 180 ഡിഗ്രി. വെർണിയറിൽ കാണിക്കുന്ന റീഡിംഗ് ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 180 ഡിഗ്രി വി ഹാവ് ടു സബ്സ്ട്രാക്ട് 180 ഡിഗ്രി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഷിഫ്റ്റ് ദി ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ആർ ആൻഡ് ടേക്ക് ബാക്ക് സൈറ്റ് ഓൺ ക്യൂ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകൾ തന്നെ. ഇനി ആറിലോട്ട് വരിക, ബാക്ക് സൈറ്റ് ഓൺ ക്യൂ എടുക്കുക. ഓറിയൻറ്റേഷൻ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ബാക്ക് സൈറ്റ് എടുത്താൽ ഇറ്റ് ഈസ് 180 ഡിഗ്രി വിത്ത് റെസ്പെക്റ്റ് ടു ക്യൂവിനെ അപേക്ഷിച്ച് 180 ഡിഗ്രി ഓറിയൻറ്റേഷൻ ഔട്ടായിരിക്കും. പക്ഷേ പീനെ അപേക്ഷിച്ച് ഇറ്റ് ഈസ് 360 ഡിഗ്രി ഔട്ടാണ്. 360 ഡിഗ്രി ഔട്ട് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്റ്റ് ടു പി ഇറ്റ് ഈസ് കറക്റ്റ്ലി ഓറിയൻറ്റഡ് ആണ്. Thus, after taking foresight on the next station, the vernier reading will directly give the magnetic bearing of the next line. അതുകൊണ്ട് 360 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ലൈനിൻ്റെ കറക്റ്റായിട്ടുള്ള ബിയറിംഗ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യും? അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ 180 ഡിഗ്രീൻ്റെ കറക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. So, the correction 180 degree is necessary only at event stations. Event stationsൽ മാത്രമേ എന്താവശ്യമുള്ളൂ? 180 ഡിഗ്രി കറക്ഷൻ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട എത്രയാണ്? ഇറ്റ് ഈസ് ഡൺ വിതൗട്ട് ട്രാൻസിറ്റിംഗ്. ട്രാൻസിറ്റിംഗ് എന്നുള്ള ഓപ്പറേഷൻ നടത്താതെയാണ് നമ്മൾ ഇതിൽ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടൊരു 180 ഡിഗ്രീൻ്റെ ഔട്ട് ഓഫ് ഓറിയൻറ്റേഷൻ ഉണ്ടാവും സ്റ്റേഷൻസിൽ. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഔട്ട് ഓഫ് ഓറിയൻറ്റേഷൻ ഉള്ളത് കൊണ്ട് 180 ഡിഗ്രീനേക്കാളും കുറവാണെങ്കിൽ വി ഹാവ് ടു ആഡ് 180 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രീനേക്കാൾ കൂടുതലാണെങ്കിൽ വി ഹാവ് ടു സബ്സ്ട്രാക്ട് 180 ഡിഗ്രി. ഇങ്ങനെയാണ് നമ്മൾ അതിൽ മാഗ്നറ്റിക് ബിയറിങ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതിന് ഇതിനുള്ള വ്യത്യാസം, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ട്രാൻസിറ്റിംഗ് എന്നുള്ള ഓപ്പറേഷൻ നടക്കുന്നില്ല. ട്രാൻസിറ്റിംഗ് എന്നുള്ള ഓപ്പറേഷൻ നടത്താത്തത് കൊണ്ട് ഒരു ഔട്ട് ഓഫ് ഓറിയൻറ്റേഷൻ ബൈ 180 ഡിഗ്രി ഉണ്ടാവുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ബാക്ക് ബിയറിംഗ് മെത്തേഡ്. ലാസ്റ്റ് മെത്തേഡാണ്. സെറ്റ് ദി ഇൻസ്ട്രുമെൻറ്റ് അറ്റ് പി ആൻഡ് മെഷർ ദി മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് പി ക്യു ആസ് ബിഫോർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി ക്യൂവിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കാം. ഷിഫ്റ്റ് ദി ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് സെറ്റ് അറ്റ് ക്യൂ. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യൂവിൽ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. ആഫ്റ്റർ ടേക്കിംഗ് ബാക്ക് സൈറ്റ് ഓൺ പി, പിയിലോട്ട് നമ്മൾ ബാക്ക് സൈറ്റ് ചെയ്താൽ ബിഫോർ ടേക്കിംഗ് ബാക്ക് സൈറ്റ് ഓൺ പി, സെറ്റ് ദി വേർണിയർ എ ടു റീഡ് ബാക്ക് ബിയറിംഗ് ഓഫ് പി ക്യൂ.
അപ്പോൾ നമ്മൾ പി ക്യൂവിൻ്റെ നമ്മൾ ക്യൂവിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് വെർനിയറിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോർ ബിയറിംഗ് ഓഫ് ദി ലൈൻ പി ക്യു ആണ്. ഇനി നമ്മൾ ബാക്ക് സൈറ്റ് എടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു സെറ്റ് ദി വെർനിയർ റീഡിംഗ് ടു ബാക്ക് ബിയറിംഗ് ഓഫ് ദി ലൈൻ പി ക്യു. അപ്പോൾ അതിലോട്ട് ആദ്യം സെറ്റ് ചെയ്യണം. നമ്മൾ ബാക്ക് സൈറ്റ് എടുക്കുന്നതിന് ക്യൂ പിയിലോട്ട് ബാക്ക് സൈറ്റ് എടുക്കുന്നതിന് മുന്നായിട്ട്, അഥവാ പിയിലോട്ട് ബാക്ക് സൈറ്റ് എടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡിൽ വി ഹാവ് ടു സെറ്റ് ദി വെർനിയർ റീഡിംഗ് ടു ദി ബാക്ക് ബിയറിംഗ് ഓഫ് ദി ലൈൻ പി ക്യു ഓർ ഫോർ ബിയറിംഗ് ഓഫ് ദി ലൈൻ ക്യു പി. ബാക്ക് ബിയറിംഗ് ഓഫ് ദി ലൈൻ പി ക്യു എന്ന് പറഞ്ഞാൽ ഫോർ ബിയറിംഗ് ഓഫ് ദി ലൈൻ ക്യു പി ആണ്. അത് നമുക്കല്ല, നിങ്ങൾ സർവേയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു റീഡിങ്ങിലോട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫോർ ബിയറിംഗ് കിട്ടിയാൽ ബാക്ക് ബിയറിങ്ങിൻ്റെ വാല്യൂ നമുക്ക് അതിൽ സെറ്റ് ചെയ്യാം. ഫോർ ബിയറിംഗ് പ്ലസ് ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക് ബിയറിംഗ് ഈസ് ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ബാക്ക് ബിയറിംഗ് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. ഇനി യൂസ് ലോവർ ക്ലാം ആൻഡ് ടാൻജൻറ്റ് സ്ക്രൂ, ടേക്ക് ബാക്ക് സൈഡ്. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് സൈറ്റ് എടുക്കുക. ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് നൗ ഓറിയൻറ്റഡ് സിൻസ് ദ ലൈൻ ഓഫ് സൈറ്റ് ഈസ് അലോങ് ക്യൂ പി. ഇപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് എന്താണ്, അലോങ് ക്യൂ പി ആണ്. ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് റീഡിങ് ബിയറിംഗ് ഓഫ് ലൈൻ ക്യൂ പി. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് കാണിക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബിയറിംഗ് ഓഫ് ലൈൻ ക്യൂ പി ആണ്, അല്ലെങ്കിൽ ബാക്ക് ബിയറിംഗ് ഓഫ് ദി ലൈൻ പി ക്യു ആണ്. ഇപ്പോൾ ലൂസ് ദി അപ്പർ ക്ലാം, rotate the instrument and take foresight on R. The reading of vernier A gives directly the bearing of QR. ഇപ്പോൾ കറക്റ്റ്ലി ഓറിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആറിലോട്ട് നമ്മൾ സൈറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ബിയറിംഗ് ഓഫ് ദി ലൈൻ ക്യു ആർ ആണ്. ദ പ്രോസസ് ഈസ് റിപ്പീറ്റഡ് അടുത്ത് അതർ സ്റ്റേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് വേണമെങ്കിൽ ഗ്രാഫിക്കലായിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇതാണ് ലൈൻ എന്ന് വിചാരിക്കുക. പിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം മാഗ്നറ്റിക് മെറിഡിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് മെറിഡിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ആദ്യം തിയോട്ടലൈറ്റ് ഈ ഡയറക്ഷനിൽ തിയോട്ടലൈറ്റിൻ്റെ ടെലസ്കോപ്പ് ഓറിയൻറ്റ് ചെയ്യും. ദെൻ നമ്മൾ പി ക്യൂവിലോട്ട് എന്ത് ചെയ്യും, ടെലസ്കോപ്പിനെ സൈറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ദി ലൈൻ പി ക്യു കിട്ടും. ദെൻ ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെർനിയറിൻ്റെ റീഡിങ് ബാക്ക് ബിയറിംഗ് ഓഫ് ദി ലൈൻ പി ക്യു ആക്കാം. ബാക്ക് ബിയറിംഗ് ഓഫ് ദി ലൈൻ പി ക്യുവിൻ്റെ വാല്യൂ നമ്മൾ വെർനിയറിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് ടെലസ്കോപ്പിനെ നമുക്ക് ടുവാർഡ്സ് പി, ബാക്ക് സൈറ്റ് പിയിലോട്ട് എന്ത് ചെയ്യാം, നമ്മൾ സൈറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് കിട്ടുന്ന വെർനിയർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ക്യൂ പിൻ്റെ ഫോർ ബിയറിംഗ് ആണ്, ദാറ്റ് ഈസ് ബാക്ക് ബിയറിംഗ് ഓഫ് പി ക്യു ആണ്. അതുപോലെ തന്നെ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളത് ടുവാർഡ്സ് ക്യൂ പി ആണ്. അപ്പോൾ കറക്റ്റ്ലി ഓറിയൻറ്റഡ് ആണ്. ഇനി നമ്മൾ ഇതിനെ ക്ലോക്ക് വൈസ് ആയിട്ട് ആറിലോട്ട് സൈറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബിയറിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കറക്റ്റ് വാല്യൂ ആയിരിക്കും. അതിൽ ഒരു ഔട്ട് ഓഫ് ഓറിയൻറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്ര വളരെ സിമ്പിളാണ്, കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. അപ്പോൾ ബാക്ക് ബിയറിംഗ് മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 3 മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ട്രാവേഴ്സിംഗ് ബൈ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ആംഗിൾസ്. ഇനി ട്രാവേഴ്സിംഗ് ബൈ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ആംഗിൾസ് ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ് ആർ ഡയറക്റ്റ്ലി മെഷേർഡ് ബൈ എ തിയോട്ടലൈറ്റ്. ബിറ്റ്വീൻ ലൈൻസ് നമ്മൾ ബിയറിങ്ങിന് പകരം ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആംഗിൾസ് ബിറ്റ്വീൻ ദി ലൈൻസ് ആർ മെഷേർഡ് യൂസിങ് തിയോട്ടലൈറ്റ്. ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ, എനി വൺ ലൈൻ ഈസ് മെഷേർഡ് ആൻഡ് ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് അതർ ലൈൻസ് ആർ കാൽക്കുലേറ്റ്. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും നമുക്ക് ഈ ലൈൻസ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആവശ്യം മാഗ്നറ്റിക് ബിയറിങ്സ് ആണ്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ മാഗ്നറ്റിക് ബിയറിംഗ് കാണാതെ ഒരു സ്ഥലത്ത് നമ്മൾ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ഇൻക്ലൂഡഡ് ആംഗിൾസ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ആംഗിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളതിൻ്റെയൊക്കെ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടെത്തും.
ദ ആംഗിൾസ് ആർ മെഷേർഡ് എയ്തർ ഇൻക്ലൂഡഡ് ആംഗിൾസ് ഓർ ഡിഫ്ലക്ഷൻ ആംഗിൾസ്. ഒന്നെങ്കിൽ ഇൻക്ലൂഡഡ് ആംഗിൾസ് ആവാം, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ആംഗിൾസ് ആണ്. ട്രാവേഴ്സിങ് ബൈ ഇൻക്ലൂഡഡ് ആംഗിൾസ്. ഇൻക്ലൂഡഡ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇൻറ്റേർണൽ ആംഗിൾസ് ആവാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾസ് ആവാം. ഫസ്റ്റത്തെ നമ്മൾ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കും, പിന്നെ ഈ ഒരു ട്രാവേഴ്സിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾസ് നമ്മൾ കണ്ടെത്തും. ഇൻക്ലൂഡഡ് ആംഗിൾസ് ഒന്നുകിൽ ഇൻറ്റേർണൽ ആംഗിൾസ് ആവാം, അല്ലെങ്കിൽ എന്താവാം, എക്സ്റ്റേണൽ ആംഗിൾസ് ആവാം. ഇൻറ്റേർണൽ ആംഗിൾസ് ആവാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾസ് ആവാം. ഇത് ഇൻറ്റേർണൽ ആംഗിളാണ്, അല്ലെങ്കിൽ ഇത് എക്സ്റ്റേണൽ ആംഗിളാണ്. ഇപ്പോൾ ട്രാവേഴ്സിംഗ് ബൈ ഇൻക്ലൂഡഡ് ആംഗിൾസ്, the method consists of measuring each angle from a backside on preceding station. Included angles can be measured either clockwise or anti-clockwise. It is better to measure all angles clockwise. നമുക്ക് ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ട് മെഷർ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മെഷർ ചെയ്യാം. പക്ഷേ ബെറ്റർ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻക്ലൂഡഡ് ആംഗിൾ ഒന്നെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ എടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇൻറ്റീരിയർ ആംഗിൾ എടുത്ത് ചെയ്യാറുണ്ട്. ഇനി ട്രാവേഴ്സിംഗ് ബൈ ഡിഫ്ലക്ഷൻ ആംഗിൾ. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ it is the angle which a survey line makes with the prolongation of the preceding line. Preceding ലൈനിൻ്റെ പ്രൊലോങ്ങേഷൻ കൊണ്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്, ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ. ദിസ് മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ സർവേയിങ് ഓഫ് റോഡ്സ്, റെയിൽവേസ്, പൈപ്പ് ലൈൻസ്, അതിനൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓപ്പൺ ട്രാവേഴ്സിങ്ങിനാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇതൊരു ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രിസീഡിങ് ലൈനിൻ്റെ പ്രൊലോങ്ങേഷൻ. അപ്പോൾ ഇതിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ കണ്ടെടുത്താണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്, ഇതിൻ്റെ ഒരു പ്രൊലോങ്ങേഷൻ, ഇതിൻ്റെ പ്രൊലോങ്ങേഷൻ ആയിട്ടുണ്ടാക്കുന്ന ആംഗിളാണ്. ഇനി ഇതിൻ്റെ ഈ ലൈനിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിന് പ്രിസീഡിങ് ലൈനിൻ്റെ പ്രൊലോങ്ങേഷൻ എടുക്കുക, അതുണ്ടാക്കുന്ന ആംഗിളാണ്. ഇതാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ഇനി ഈ ലൈനിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊലോങ്ങേഷൻ, അതിന് മുന്നുള്ള ആംഗിൾ അല്ല, ലൈനിൻ്റെ പ്രൊലോങ്ങേഷൻ എടുക്കുക, അതുണ്ടാക്കുന്ന ആംഗിൾ. ഇനി ഈ ലൈനിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നത്തെ ലൈനിൻ്റെ പ്രൊലോങ്ങേഷൻ എടുക്കുക, ഇതാണെന്ത്, അതിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ. അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിൾ ഉപയോഗിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്, നമ്മൾ സാധാരണ ഓപ്പൺ ട്രാവേഴ്സിങ്ങിലാണ് മെയിനായിട്ട് ഡിഫ്ലക്ഷൻ ആംഗിൾ ഉപയോഗിക്കുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ട്രാവേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ട്രാവേഴ്സിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ ഒബ്ജക്ട്സിന് എന്ത് ചെയ്യണം, വി ഹാവ് ടു ലൊക്കേറ്റ്. ഈ ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോളിങ് ഫ്രെയിം വർക്കാണ്. നമ്മൾ ചെയിനൊക്കെ എന്തിനാണ്, ഒരു റെഫറൻസ് ഫ്രെയിം വർക്കാണ് എന്താ ഈ ട്രാവേഴ്സ് എല്ലാം. വിത്ത് റെസ്പെക്റ്റ് ടു ദിസ് റെഫറൻസ് ഫ്രെയിം വർക്ക് നമ്മൾ സർവേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, വി ഹാവ് ടു ലൊക്കേറ്റ് സം പോയിൻറ്റ്സ്. നമ്മൾ പോയിൻറ്റ്സ്, നമ്മൾ ഭൂമിയിലുള്ള പോയിൻറ്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു ലൊക്കേറ്റ്. അപ്പോൾ അതിൻ്റെ കുറച്ച് മെത്തേഡ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ലൊക്കേറ്റിംഗ് ബൈ ആംഗിൾസ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം വൺ ട്രാൻസിറ്റ് സ്റ്റേഷൻ. സെക്കൻഡ് വൺ ലൊക്കേറ്റിംഗ് ബൈ ആംഗിൾസ് ഫ്രം ടു ട്രാൻസിറ്റ് സ്റ്റേഷൻ. തേർഡ് വൺ ലൊക്കേറ്റിംഗ് ബൈ ഡിസ്റ്റൻസ് ഫ്രം ടു സ്റ്റേഷൻസ്. ഫോർത്ത് വൺ ലൊക്കേറ്റിംഗ് ബൈ ഡിസ്റ്റൻസ് ഫ്രം 2 points on traverse line. Then fifth line locating from offset from the traverse line. അപ്പോൾ ഈ 5 രീതിയിലാണ് നമ്മൾ ഓരോ ഡീറ്റെയിൽസും എന്ത് ചെയ്യുന്നത്, ട്രാവേഴ്സിങ്ങിന് റെഫറൻസ് ആയിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഓരോന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ലൊക്കേറ്റിംഗ് ബൈ ആംഗിൾസ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം വൺ ട്രാൻസിറ്റ് സ്റ്റേഷൻ. എ പോയിന്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഫ്രം എ ട്രാൻസിറ്റ് സ്റ്റേഷൻ ബൈ ടേക്കിംഗ് ആൻ ആംഗിൾ ടു ദി പോയിന്റ് ആൻഡ് മെഷറിംഗ് ദി കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഫ്രം ദി സ്റ്റേഷൻ ടു ദി പോയിന്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ ഈ ഒരു പോയിൻ്റാണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ സ്റ്റേഷൻ എടുക്കാം, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ആംഗിളും ഇത് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യും. ഇനി ഈ ഒരു പോയിൻ്റാണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടതെങ്കിൽ എങ്ങനെ ചെയ്യാം, ഈ ഡിസ്റ്റൻസ് എടുക്കും, ഈ ആംഗിൾ എടുക്കും, അങ്ങനെ ചെയ്യും. suitable one details are near the transit station. അപ്പോൾ ട്രാൻസിറ്റ് സ്റ്റേഷൻ്റെ നിയർ ആണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്,
ഈ സ്റ്റേഷൻ്റെ നിയറിലാണ് പോയിൻ്റ് എങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യും. ദെൻ ലൊക്കേറ്റിംഗ് ബൈ ആംഗിൾസ് ഫ്രം 2 ട്രാൻസിറ്റ് സ്റ്റേഷൻ, 2 ട്രാൻസിറ്റ് സ്റ്റേഷൻ എന്നുള്ള ആംഗിൾ ലൊക്കേറ്റ് ചെയ്യുന്ന പരിപാടി. അതിന് പറയുന്ന പേരാണെന്ത്? മെത്തേഡ് ഓഫ് ഇൻ്റർസെക്ഷൻ. പറയുന്ന പേര് മെത്തേഡ് ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഇൻ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇഫ് പോയിൻറ്റ്സ് ആർ എവേ ഫ്രം ദി സ്റ്റേഷൻ. കുറേ വിട്ടാണെങ്കിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഇഫ് ലീനിയർ മെഷർമെൻറ്റ് കനോട്ട് ബി മെയ്ഡ്, നമുക്ക് കുറേ വിട്ടാണെങ്കിൽ ലീനിയർ മെഷർമെൻറ്റ് എന്താണ് ബുദ്ധിമുട്ടാണ്. ആ കേസിൽ നമ്മൾ മെത്തേഡ് ഓഫ് ഇൻ്റർസെക്ഷൻ ഉപയോഗിക്കും. പോയിൻറ്റ്സ് ലൊക്കേറ്റഡ് ബൈ മെഷറിംഗ് ആംഗിൾസ് ഫ്രം 2 സ്റ്റേഷൻസ് ഫോർ ഗുഡ് ഇൻ്റർസെക്ഷൻ ദ ആംഗിൾ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 20 ഡിഗ്രി. 20 ഡിഗ്രിനേക്കാളും എന്താവാൻ പാടില്ല? ആംഗിള് കുറയാൻ പാടില്ല. ജസ്റ്റ് അപ്പോൾ ഈ 2 സ്റ്റേഷൻ, നമുക്ക് ഈ പോയിൻ്റാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 2 സ്റ്റേഷനിൽ നിന്നുള്ള ആംഗിൾ എടുക്കുക. എന്നിട്ട് അത് 2 ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കുന്നത്. ആ പോയിൻ്റ് നമുക്ക് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ, ലൊക്കേറ്റിംഗ് ബൈ ഡിസ്റ്റൻസ് ഫ്രം 2 സ്റ്റേഷൻസ്. ലൊക്കേറ്റിംഗ് പോയിൻറ്റ്സ് ബൈ മെഷറിംഗ് ആംഗിൾസ് ഫ്രം 1 സ്റ്റേഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദി അതർ. ഒന്നിന്ന് ആംഗിൾ എടുക്കുക, മറ്റേന്ന് ഡിസ്റ്റൻസ് എടുക്കുക. സ്യൂട്ടബിൾ വെൻ പോയിൻ്റ് ഈസ് ഇനാക്സസിബിൾ ഫ്രം ദി സ്റ്റേഷൻ അറ്റ് വിച്ച് ദി ആംഗിൾ ഈസ് മെഷേർഡ്. ഒരു സ്ഥലത്തു നിന്ന് ഇനാക്സസിബിൾ ആണ്, അങ്ങനത്തെ കേസിൽ നമുക്ക് എന്താണ് ആംഗിൾ എടുക്കുക. ഒരു സ്ഥലത്തു നിന്ന് ആക്സസിബിൾ ആയതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് എടുത്താണ്ട് എന്ത് ചെയ്യാം? ഈ പോയിൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൊക്കേറ്റിംഗ് ഡിസ്റ്റൻസ് ഫ്രം 2 സ്റ്റേഷൻ അല്ല, ലൊക്കേറ്റിംഗ് ഡിസ്റ്റൻസ് ഫ്രം 1 സ്റ്റേഷൻ ആൻഡ് ആംഗിൾ ഫ്രം അനദർ സ്റ്റേഷനാണ്. ഈ ഹെഡിങ് ജസ്റ്റ് ഒരു വ്യത്യാസമുണ്ട്, ഒന്ന് ഓർത്ത് വെക്കണം. ഇങ്ങനെ ഇത് ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലൊക്കേറ്റിംഗ് ഡിസ്റ്റൻസ് ഫ്രം 1 സ്റ്റേഷൻ ആൻഡ് ആംഗിൾ ഫ്രം അനദർ സ്റ്റേഷൻ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷനിൽ നിന്ന് പോയിൻ്റ് ഇനാക്സസിബിൾ ആണ്, നമുക്ക് ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റില്ല. ഈ പോയിൻ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റാത്തത് നമ്മൾ ആംഗിൾ മാത്രമേ എടുക്കുള്ളൂ. പക്ഷേ ഈ പോയിൻ്റിൽ നമ്മൾ ഡിസ്റ്റൻസ് എടുത്തിട്ട് എന്ത് ചെയ്യും? ഈ പോയിൻറ്റിനെ നമ്മൾ, ഈ ഡീറ്റെയിൽസിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യും. ഇനി ലാസ്റ്റ്, ലൊക്കേറ്റിംഗ് ഫ്രം ഓഫ്സെറ്റ് ഫ്രം ദി ട്രാവേഴ്സ് ലൈൻ. ഓഫ്സെറ്റ് എടുത്തിട്ട്, എന്താ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ? ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലൈനാണെങ്കിൽ ഇതിൽ നിന്ന് എടുക്കുന്ന ഒന്നെങ്കിൽ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ആവാം, ഇത് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്, അല്ലെങ്കിൽ ഒബ്ലിക് ഓഫ്സെറ്റ് ആവാം. ഒരു 30 ഡിഗ്രിയിലോ 45 ഡിഗ്രിയിലൊക്കെ എടുക്കുന്ന ഒബ്ലിക് ഓഫ്സെറ്റ്സ് ആവാം. അപ്പോൾ ഈ ഓഫ്സെറ്റ് എടുത്താണ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ട്രാവേഴ്സ് ലൈനിൽ നിന്ന് നമ്മൾ ഈ ഓഫ്സെറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഓരോ കാര്യങ്ങൾ ഓരോ ഡീറ്റെയിൽസിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാറുണ്ട്. ദിസ് പോയിൻറ്റ്സ് ആർ ലൊക്കേറ്റഡ് ബൈ ടേക്കിംഗ് ഓഫ്സെറ്റ്സ് ഫ്രം ദി ട്രാവേഴ്സ് ലൈൻ ടു ദി പോയിൻറ്റ്. ഓഫ്സെറ്റ് മേ ബി ഒബ്ലിക് ഓർ പെർപെൻഡിക്കുലർ. ഒബ്ലിക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഓഫ്സെറ്റ് ആവാം. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഇത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് നീഡിൽ മെത്തേഡിൽ നമ്മൾ ബിയറിങ് കണ്ടുപിടിക്കുന്ന, മെഷർ ചെയ്യുന്ന 2 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ബാക്ക് ബിയറിങ് മെത്തേഡും ഡയറക്റ്റ് മെത്തേഡ് വിത്തൗട്ട് ട്രാൻസിറ്റിങ്ങും. ഈ 2 മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്തായിരുന്നു? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രാവേഴ്സിങ് ബൈ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ആംഗിൾസ്. ആംഗിൾസ് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് എങ്ങനെ ട്രാവേഴ്സിങ് ചെയ്യാം, അതിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആംഗിൾസും ഡിഫ്ലക്ഷൻ ആംഗിൾസും എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നും മനസ്സിലാക്കി. എന്താണ് ഡിഫ്ലക്ഷൻ ആംഗിൾസ് എന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ ഓരോ ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. ലൊക്കേറ്റിംഗ് ഡീറ്റെയിൽസ് ഫ്രം ദി ട്രാവേഴ്സ് ലൈൻ, സർവേ ലൈനിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽസ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.